കഴിഞ്ഞ കാലങ്ങളിലെ വലിയ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾ സമാധാനമായ, സ്വസ്ഥമായ, സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ വിടുവിച്ച ദൈവം ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയിലും നിങ്ങളെ വിടുവിക്കാതിരിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ വിടുവിച്ച ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പ് പറയുന്ന വാക്യം 1-ാം അധ്യായം 10-ാം വാക്യം, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അടുത്തത്, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം, കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ച ദൈവം മേലാലും വിടുവിക്കും. സംശയിക്കേണ്ട, ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്താൻ ശക്തനാണ്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ഏതൊക്കെ പ്രശ്നങ്ങളോട് കടന്നുപോയാലും കർത്താവായ യേശുക്രിസ്തുവിനെ വിടുവിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിനും നിങ്ങൾ അധീനരല്ല, അടിമകളല്ല. യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗത്തിനും നിങ്ങൾ അടിമകളല്ല. യേശുവിനെ മോചിക്കാൻ കഴിയാത്ത ഒരു പാപത്തിനും നിങ്ങൾ അടിമകളല്ല. ഹല്ലേലൂയ. യേശുവിനെ വിടുവിക്കാൻ കഴിയാത്ത ഒരു മരണത്തിനും നിങ്ങൾ അടിമകളല്ല. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഞങ്ങളെ വലിയ മരണത്തിൽ ദൈവം വിടുവിച്ചു. മക്കദോന്യയിൽ ഞങ്ങൾക്കുണ്ടായത് നിങ്ങൾ അറിയണം. വലിയ മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിച്ചു, മേലാലും ഞങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. അതേ പറയുമ്പോഴേ, ഇതുവരെ വിടുവിച്ച ദൈവം. ചില സമയങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ഫ്രസ്ട്രേഷനിലൂടെ കടന്നു പോകും. എല്ലാം പ്രതികൂലമായി തീരുകയാണ്, സകലം തകിടം മറിയുകയാണോ, പ്രതീക്ഷകളൊക്കെ മാറിപ്പോവാണോ, എന്താ എനിക്ക് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന ചില സാഹചര്യം വരുമ്പോഴും നിങ്ങളെ ഇങ്ങനെയുള്ള ദൂത് കേൾപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവാണ്. ദൈവം നിങ്ങളെ വിടുവിക്കും. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അതുപോലെ നിങ്ങൾ ആകുലപ്പെട്ടില്ലേ? പക്ഷെ ആ ആകുലമല്ല ദൈവത്തിന് വിടുതൽ നിങ്ങളെ നടത്തിയെങ്കിൽ ഇന്നും ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇനിയും നടത്താൻ വിശ്വസ്തൻ. ആമേൻ. അപ്പോൾ ദൈവം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തന്നെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ നടത്തമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്താണെന്നറിയാമോ? കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയാ വന്നവനാ, നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നിങ്ങൾ ഇത്ര ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾ ഇത്ര അവിശ്വാസികളാകുവാൻ എന്ത്? കർത്താവ് വിടുവിക്കുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. അവൻ നമ്മുടെ കൂടെയുള്ള ഇമ്മാനുവേലാണ്. സ്തോത്രം. യഹൂദ ബാലന്മാർ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവിനോട് പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് രാജാവ് നിർത്തിയ ഈ സ്വർണബിംബത്തെ ആ ബിംബത്തിൽ നിന്നും രാജാവിന്റെ ദേവന്മാരിൽ നിന്നും ഈ തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. അതിനർത്ഥം വിടുവിക്കില്ലെന്നല്ല, ഞങ്ങൾ സേവിക്കുന്ന ദൈവം വിടുവിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മുടെ ദൈവം എല്ലാ പ്രതിസന്ധിയിലൂടെയും നമ്മളെ കടത്തിവിടുമ്പോൾ അതിനകത്ത് വിടുവിക്കാൻ ഇറങ്ങി വരുന്നൊരു ദൈവമാണ്. ഇസ്രായേൽ ജനങ്ങള് കടന്നുപോയ ഈജിപ്തിൽ അനുഭവിച്ച കഷ്ടതകളെ കർത്താവ് മോശയ്ക്ക് ദർശനമായി കാണിച്ചു കൊടുക്കുന്നത് ഒരു വലിയ തീച്ചൂള, ഇങ്ങനെ ഒരു മുൾപ്പടർപ്പ് തീച്ചൂളയ്ക്കകത്ത് നിൽക്കുകയാണ്. പക്ഷേ ആ ഭയങ്കര തീക്കകത്ത് നിൽക്കുന്ന ഈ മുൾപ്പടർപ്പ് കത്തുന്നില്ല, അല്ലെങ്കിൽ വെന്തു പോകുന്നില്ല, ചാരമാകുന്നില്ല, പച്ചയായിട്ട് തന്നെ നിൽക്കുക. തന്നെയല്ല, യഹോവയാ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ, തീയുടെ നടുവിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിക്കുക. അപ്പം വലിയ ശോധനയ്ക്കകത്തൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ നശിച്ചു പോകുന്നില്ല. അതിന്റെ ആ നടുവിൽ ദൈവം നിൽക്കുന്നുണ്ട്. അതെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏറ്റവും വലിയ ശോധനയ്ക്കകത്ത് നിങ്ങൾ നശിക്കാൻ ദൈവം സമ്മതിക്കില്ലെന്ന് മാത്രമല്ല, അതിന് നടുവിൽ ദൈവം നിൽക്കുന്നുണ്ട്. എരിയുന്ന തീച്ചൂളയ്ക്കകത്തേക്ക് യഹൂദ ബാലന്മാർ വീഴുമ്പോൾ, അല്ലെ എറിയപ്പെടുമ്പോൾ അതിന് നടുവിൽ നാലാമതൊരാൾ, 3 പേരെ ഇട്ടത്, നാലാമതൊരാൾ, മനുഷ്യപുത്രനോട് തുല്യനായ നാലാമതൊരാൾ അവിടെ നടുവിലേക്ക് ഇറങ്ങി വന്ന തീയുടെ നടുവിൽ നിൽക്കുകയാണ്. തീയുടെ മണം പോലും ഏശാതെ അവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അവിടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. അതെ, കടന്നു പോകുന്ന പ്രശ്നത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിച്ചെടുക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മളെ വിളിച്ച ദൈവം പത്മോസ് ദ്വീപിൽ യേശുക്രിസ്തു തന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ തന്നെ യോഹന്നാന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നതുപോലെ നേരിട്ട് അവൻ നമ്മുടെ അടുക്കിലേക്ക് നമ്മുടെ പ്രതികൂലങ്ങളിൽ കൈവിടാതെ ഇറങ്ങി വരും. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, നീ എന്റെ പ്രവാചകനാണ്.
പക്ഷേ നീ പറയാൻ പോകുന്ന ദൂത് കേൾക്കുന്നവർ നിന്നോട് പോരാടും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ലതാൽ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. രമ്യ 1:19 ഞാൻ പറഞ്ഞത്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യൂദാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം നിങ്ങളെ ദൈവം നിർത്തും. നിങ്ങൾ വീഴുകയില്ല, നിങ്ങൾ പരാജയപ്പെടുകയില്ല. ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ തളർന്നു പോകുകയില്ല, തകർന്നു പോകുകയില്ല. ഹല്ലേലൂയ. യേശു നിങ്ങളോട് കൂടെയുണ്ട്. യേശു നിങ്ങളുടെ കരം പിടിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കട്ടെ. എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും വിടുവിക്കുവാൻ ശക്തനായവൻ കൂടെയുള്ളപ്പോൾ ഭയപ്പെടേണ്ട. യേശു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്കാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ വചനങ്ങളെല്ലാം സ്വീകരിക്കുകയാണ്. ഇന്ന് നീ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നന്ദി പറയുന്നു. കർത്താവെ, എല്ലാ പ്രതികൂലങ്ങളും ഞങ്ങളെ വിടുവിക്കുവാൻ അവിടുന്ന് ശക്തനായിരിക്കാൻ നന്ദി. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ വചനം കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ അവിടുന്ന് ചെയ്യാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ പ്രതികൂലങ്ങളും ദൈവം നിന്റെ മക്കളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നഷ്ടമായി പോകാതെ, നശിച്ചു പോകാതെ, ചാമ്പലാകാത്ത ഒരു ഉറച്ച വിശ്വാസമുള്ളവരായി നിന്റെ മക്കൾ പുറത്തു വരുന്നതിനായി നന്ദി. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഒരു അതിശയ വിഷയമായി നിന്റെ മക്കൾ മാറട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹിച്ചു നൽകണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ശക്തനായവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. God bless you. Have a blessed day.